റിലേഷൻ ആൻഡ് ഫങ്ഷൻസിന്റെ പാർട്ട് 3 ആണ്. പാർട്ട് 1ഉം പാർട്ട് 2ഉം ഓൾറെഡി അപ്ലോഡഡ് ആണ്. ആദ്യം തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ബൈനറി ഓപ്പറേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് പ്രോപ്പർട്ടീസ്, കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഐഡന്റിറ്റി, ഇൻവേർട്ടിബിൾ പ്രോപ്പർട്ടി, അതൊക്കെ ബൈനറി ഓപ്പറേഷന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ on the set A is commutative if A star B equal to B star A. എന്ന് വെച്ചാൽ A star B, ഇപ്പൊ പ്ലസ് ആണ് ബൈനറി ഓപ്പറേഷൻ എങ്കിൽ A പ്ലസ് ബിയും B പ്ലസ് എയും ഈക്വൽ ആണ്. അപ്പോൾ അത് കമ്മ്യൂട്ടേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഇനി ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഫ്രം A cross A to A is associative if A star B star C is equal to A star B star C for all A B C belongs to A. എയും ബിയും സിയും നമ്മൾ ഏത് സെറ്റിൽ നിന്ന് എടുക്കുവാണെങ്കിൽ എ ബി സി എന്ന് പറയുന്ന എലമെന്റ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും, എവിടെ ബ്രാക്കറ്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താലും അല്ലെങ്കിൽ ബൈനറി ഓപ്പറേഷൻ അപ്ലൈ ചെയ്താലും നമുക്ക് സെയിം റിസൾട്ട് കിട്ടണം. അതാണ് അസോസിയേറ്റിവിറ്റി പറയുന്നത്. ഇനി അടുത്തത്, ഗിവൺ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഫ്രം എ ക്രോസ് എ ടു എ ആൻ എലമെന്റ് ഇ ബിലോങ്സ് ടു എ ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഇസ് ദ ഐഡന്റിറ്റി എലമെന്റ് ഫോർ ദ ഓപ്പറേഷൻ സ്റ്റാർ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഈക്വൽ ടു ഇ സ്റ്റാർ എ. അതാണ് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ഇയും എയും ഇ സ്റ്റാർ എയും ഈക്വൽ ആയിരിക്കും. ഇനി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് ഇൻവേഴ്സ് ആണെങ്കിൽ എ സ്റ്റാർ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു എ ഇൻവേഴ്സ് സ്റ്റാർ എ എന്ന് കിട്ടും. അതാണ് ഇൻവേഴ്സ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അങ്ങനെ 4 പ്രോപ്പർട്ടീസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി, പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സും ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയായിരുന്നു? കമ്മ്യൂട്ടേറ്റിവിറ്റി, നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. കമ്മ്യൂട്ടേറ്റിവിറ്റി പറയുന്നത് എന്തെന്ന്, എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. ഇനി അടുത്തത് അസോസിയേറ്റിവിറ്റി പറയുന്നത് എന്തെന്നാ, അസോസിയേറ്റിവിറ്റി പറയുന്നത് എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നതും എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത്. ഇനി എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി ആണെങ്കിലോ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഈക്വൽ ടു ഇ സ്റ്റാർ എ ആണ് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് പറയുന്നത് എയും അതിന്റെ ഇൻവേഴ്സും എടുത്ത് ബൈനറി ഓപ്പറേഷൻ ചെയ്താൽ ഇ കിട്ടും. ഇ ഈക്വൽ ടു എ ഇൻവേഴ്സ് സ്റ്റാർ എ. ഇങ്ങനത്തെ 4 പ്രോപ്പർട്ടീസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും പ്രോപ്പർട്ടീസ്, 4 പ്രോപ്പർട്ടീസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്, അതുകൊണ്ടാണ് ഒന്നുകൂടി നോട്ട് ഡൗൺ ചെയ്തത്. ഇനി അടുത്തതിലേക്ക് പോവാലോ. ഇനി ഇതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്, ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ ഈച്ച് ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഡിഫൈൻഡ് ബിലോ ഡിറ്റർമൈൻ വെദർ സ്റ്റാർ ഇസ് അസോസിയേറ്റീവ്, കമ്മ്യൂട്ടേറ്റീവ് ഓർ അസോസിയേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ എന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ സ്റ്റാർ ബി ഈക്വൽ ടു 1 ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ആർ. അപ്പൊ എ സ്റ്റാർ ബി ഈക്വൽ ടു 1 ആണെങ്കിൽ കമ്മ്യൂട്ടേറ്റിവിറ്റി സാറ്റിസ്ഫൈ ആണെങ്കിൽ ബി സ്റ്റാർ എയും 1 ആയിരിക്കണം. അപ്പൊ ബി സ്റ്റാർ എയും 1 തന്നെ ആയിരിക്കും. എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും 1 ആണ്. അപ്പൊ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ആർ, ഹെൻസ് സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത്, അപ്പോൾ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്തെന്നാന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ഓൾറെഡി 1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 സ്റ്റാർ സി അതും എന്താണ്, 1 തന്നെ ആയിരിക്കും. പിന്നെ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നതും എ സ്റ്റാർ 1 ഈക്വൽ ടു അതും എന്തായിരിക്കും, അഗെയിൻ 1 തന്നെ ആയിരിക്കും. അപ്പോൾ
A star B star C equal to A star B star C for all A, B, C belongs to R. Hence star is associative. അപ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റിയും അസോസിയേറ്റിവിറ്റിയും നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ A star B equal to A plus B by 2 for all A, B belongs to R. ഇനി അപ്പോൾ A star B എന്ന് പറയുന്നത് A plus B by 2 ആണ്. അപ്പോൾ B star A എന്തായിരിക്കും? B plus A by 2 ആയിരിക്കും. അത് A plus B by 2നോട് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ A star Bയും B star Aയും ഈക്വൽ ആണ്. ഹെൻസ് സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് കിട്ടി. ഇനി അസോസിയേറ്റിവിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് A star B star C ഈക്വൽ ടു A plus B by 2 star C. അപ്പൊ A star C എന്നുള്ള ഫോമാറ്റിലേക്ക് A star C എന്ന് പറഞ്ഞാൽ എന്തോന്നാ A B by 2 A plus B by 2 ആണ്. അപ്പൊ എന്ത് വരും? A plus B plus C divided by എന്ത് വരും? A plus B plus C divided by 4 എന്ന് വരും. 2C divided by 4 എന്ന് വരും. 2 plus C divided by 2 A plus B plus 2C divided by 4. അപ്പോൾ എന്ത് വന്നു? ആ രണ്ടും ഈക്വൽ അല്ല എന്നുള്ള സ്റ്റേജിലേക്ക് എത്തി. കാരണം A star B star Cയും A star B star Cയും ഈക്വൽ അല്ല. നമ്മൾ ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും അത് രണ്ടും ഈക്വൽ അല്ല. കാരണം അതുകൊണ്ട് തന്നെ സ്റ്റാർ അസോസിയേറ്റീവ് അല്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ for each of the binary operations star given below determine whether star is commutative or associative. ക്വസ്റ്റ്യൻ മാത്രം എഴുതുന്നുള്ളൂ. ഓൺ Q എന്ന് പറയുന്നത് എന്തെന്നാ റാഷണൽ നമ്പേഴ്സ് ആണ്. ഡിഫൈൻ A star B equal to AB by 2. അപ്പോൾ ഓൺ Q ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. On Q define star A star B equal to AB by 2 എന്ന് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? A star B equal to AB by 2 എന്ന് നമുക്ക് ആദ്യം തന്നെ എഴുതാം. പുറത്തായിട്ട് എഴുതാം. സ്റ്റാർ B എന്ന് പറയുന്നത് AB by 2 ആണ്. അപ്പോൾ B star A എന്തായിരിക്കും? B star A എന്തായിരിക്കും? BA by 2 ആയിരിക്കും അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് എ ബിയും ബി എയും ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ എന്ന് പറയാം. ഹെൻസ് സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. ഇനി നമ്മൾ എന്തോന്നാ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? എ സ്റ്റാർ ബി സ്റ്റാർ സി നോക്കാം. എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുമ്പോൾ എന്ത് വരും? എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് ബി സി ബൈ 2 എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ ബി സി ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. അപ്പോൾ ഇത് വീണ്ടും എ സ്റ്റാർ ബി എന്ന് പറയുന്ന ഒരു ഫോമില. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എ ബി ബൈ 2 ആണ്. അപ്പോൾ ഇത് എയും ഇത്രയും ബിയും ആയിട്ടും എടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് വരും? എ ഇൻറ്റു ബി സി ബൈ 2 ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. അപ്പോൾ എന്ത് വന്ന്? എ ബി സി ഡിവൈഡഡ് ബൈ 4 എന്ന് വന്നു. അതേപോലെ തന്നെ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടും? എ ബി സി ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഹെൻസ് നമുക്ക് എന്ത് പറയാം? നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്റ്റാർ അസോസിയേറ്റീവുമാണ് കമ്മ്യൂട്ടേറ്റീവുമാണ് ഓൺ ക്യൂ എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ
ഇനി അടുത്തത് ക്വസ്റ്റ്യൻ മാത്രമേ എഴുതുന്നുള്ളൂ. ഇത് വരച്ചേക്കാം. ഇപ്പുറത്തുനിന്ന് എഴുതാം. എ സ്റ്റാർ ബി ഈക്വൽ ടു എ റേസ് ടു ബി എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ബി സ്റ്റാർ എ എന്തായിരിക്കും? ബി റേസ് ടു എ ആയിരിക്കും. എ സ്റ്റാർ ബിയും ബി റേസ് ടു എയും എ റേസ് ടു ബിയും ഒരിക്കലും ഈക്വൽ അല്ല അല്ലെ? അപ്പൊ എ സ്റ്റാർ ബി നോട്ട് ഈക്വൽ ടു ബി സ്റ്റാർ എ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഹെൻസ് സ്റ്റാർ ഈസ് നോട്ട് എന്തെന്ന് എഴുതണം നമ്മള്? കമ്മ്യൂട്ടേറ്റീവ് എന്ന് എഴുതേണ്ടി വരും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് അസോസിയേറ്റിവിറ്റി ആണ് നമുക്ക് കാണിക്കേണ്ടത്. അസോസിയേറ്റിവിറ്റിയിൽ എ സ്റ്റാർ ബി സ്റ്റാർ സി എങ്ങനെയാന്ന് കാണിക്കണം. ബി സ്റ്റാർ സി എന്ന് പറയുന്നത് എന്തെന്ന് എങ്ങനെ എഴുതാം? നമുക്ക് ബി റേസ് ടു സി എന്ന് എഴുതാം. അപ്പൊ വീണ്ടും എ സ്റ്റാർ ബി എന്ന് പറയുന്ന ഒരു ഫോമാറ്റിലേക്കായി എ റേസ് ടു ബി എന്ന് എഴുതേണ്ടി വരും. എ റേസ് ടു ബി റേസ് ടു സി എന്ന് എഴുതേണ്ടി വരും. ഇനി അടുത്തത് എ സ്റ്റാർ ബി സ്റ്റാർ സി ആണ്. അപ്പൊ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ റേസ് ടു ബി സ്റ്റാർ സി അല്ലെ? അപ്പൊ വീണ്ടും എ റേസ് ടു ബി സി എന്ന് വന്നു. ഇവിടെ എന്താ വന്നത്? എ റേസ് ടു ബി റേസ് ടു സി എന്ന് വന്നു. ഇവിടെ എ റേസ് ടു ബി സി എന്നും വന്ന്. അതെന്തോന്നാണ്? രണ്ടും ഈക്വൽ അല്ല. ഹെൻസ് എ സ്റ്റാർ ബി സ്റ്റാർ സി നോട്ട് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. ഹെൻസ് ഇറ്റ്സ് നോട്ട് അസോസിയേറ്റീവ്. അപ്പൊ രണ്ടും അസോസിയേറ്റീവ് അല്ല കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് നമുക്ക് ഇതിന് മനസ്സിലായി. ഇനി അടുത്തത് ഒരു പ്രോബ്ലം ആണ്. Consider the binary operation on the set 1, 2, 3, 4 defined by AB is equal to minimum of AB. Write the operation table for operation of the operation. അപ്പൊ 1, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആ ബൈനറി ഓപ്പറേഷൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഓഫ് 1, 1 എന്നാണ് അർത്ഥം. അതാണ് നമുക്ക് മിനിമം ഓഫ് എ ബി എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ മിനിമം ഓഫ് 1, 1 എന്ന് പറഞ്ഞാൽ 1ഉം 1ൽ ഏതാ മിനിമം? 1 തന്നെ ആയിരിക്കും. മിനിമം ഓഫ് 1, 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1ഉം 2ലും ഏതാ കുറവ്? 1 ആണ്. 2ഉം 1ൽ ഏതാ കുറവ്? 1 ആണ്. 2ഉം 2ലും കുറവ് 2 തന്നെ. അങ്ങനെ ഓരോന്നിന്റെയും എഴുതാം. 1, 2, 3, 4, 5 ആണ് നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ 5 വരെയുള്ള എഴുതാം. അത് കഴിഞ്ഞ് ഈ ബൈനറി ഓപ്പറേഷൻ ടേബിളും ഫില്ല് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1ഉം 1ഉം അതിൽ കുറവ് 1 ആണ്. ഇവിടെ 1ഉം 2ഉം അതിൽ കുറവ് 1 ആണ്. ഇവിടെ 1ഉം 3ഉം അതിൽ കുറവ് 1 ആണ്. അങ്ങനെയാണ് ഈ ബൈനറി ടേബിൾ ഫില്ല് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്താൽ മതി. 2ഉം 1ഉം അതിൽ കുറവ് 1 ആണ്. 2ഉം 2ൽ കുറവ് 2 തന്നെ. 2, 3ൽ കുറവ് 2. അങ്ങനെ ഓരോന്നും ഇത് മൊത്തത്തിൽ അങ്ങനെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബൈനറി ടേബിൾ നോക്കാം. മിനിമം ബൈനറി ടേബിൾ ഇതേപോലെ 1, 2, 3, 4, 5 എന്ന് എഴുതി. ഇവിടെ 1, 2, 3, 4, 5 എന്ന് എഴുതാം. അത് കഴിഞ്ഞ് 1ഉം 1ഉം ഇങ്ങനെ ഈ ഫോമാറ്റിൽ നമ്മൾ നോക്കി ചെയ്താൽ മതി. അപ്പൊ താങ്ക് യു. നമ്മുടെ ഈ ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ആയി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. താങ്ക് യു സോ മച്ച്.